നമസ്കാരം. പഹൽഗാമിൽ പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ നടത്തിയ തീവ്രവാദി ആക്രമണത്തിന് തിരിച്ചടി നൽകിയ പശ്ചാത്തലത്തിൽ വടക്കേന്ത്യയിലെ ചില പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങൾ അടച്ചിട്ടു. ഇവിടെ നിന്ന് അടുത്ത 48 മണിക്കൂർ നേരത്തേക്ക് വിമാന സർവീസുകൾ ഉണ്ടായിരിക്കുന്നതല്ല എന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ശ്രീനഗർ, ജമ്മു, ലേ, ധരംശാല, അമൃത്സർ എന്നീ വിമാനത്താവളങ്ങളാണ് അടച്ചിട്ടിരിക്കുന്നത്. പാകിസ്ഥാനിലേക്കുള്ള വിമാന സർവീസുകളും നിർത്തിവച്ചിട്ടുണ്ട്. മാത്രമല്ല പല രാജ്യങ്ങളും പാകിസ്ഥാനിലേക്കുള്ള അവരുടെ വിമാന സർവീസുകൾ റദ്ദാക്കിയതായിട്ടാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഖത്തർ എയർവേസ് ഉൾപ്പെടെയുള്ള ലോകത്തെ പ്രമുഖ വിമാന കമ്പനികളൊക്കെ തന്നെ പാകിസ്ഥാനിലേക്കുള്ള അവരുടെ വിമാന സർവീസുകൾ ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണി വരെ ജമ്മു, ശ്രീനഗറിലെ ജോധ്പൂർ, അമൃത്സർ, ഭുജ്, ജാംനഗർ, ചണ്ഡീഗഡ്, രാജ്കോട്ട് എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമുള്ള എല്ലാ വിമാനങ്ങളും റദ്ദാക്കിയതായി എയർ ഇന്ത്യയും അറിയിച്ചു. അമൃത്സറിലേക്കുള്ള 2 അന്താരാഷ്ട്ര വിമാനങ്ങൾ ഡൽഹിയിലേക്ക് തിരിച്ചുവിട്ടിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ വിമാനങ്ങൾ ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതും പറക്കുന്നതുമൊക്കെ തന്നെ അത്ര സുരക്ഷിതമല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിമാന കമ്പനികളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. ഏതായാലും ഇന്ത്യ വളരെ കാത്തിരുന്ന ഒരു നിമിഷം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാസം 22-നായിരുന്നു ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ ഇന്ത്യക്കാരെ വെടിവെച്ച് കൊന്നത്. ഇതിന് കനത്ത തിരിച്ചടി നൽകും എന്ന് അന്ന് തന്നെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പ്രഖ്യാപിച്ചിരുന്നു. അതിന് 2 ആഴ്ച സമയമെടുത്തു എങ്കിൽ പോലും വളരെ കൃത്യതയോടുകൂടിയുള്ള ആക്രമണം തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ തീവ്രവാദി ക്യാമ്പുകൾക്ക് നേരെ നടത്തിയിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ഇതുപോലെ തന്നെ പാകിസ്ഥാനിലെ ബാലാക്കോട്ടിലുള്ള അവരുടെ തീവ്രവാദി കേന്ദ്രങ്ങൾ നേരത്തെ ബോംബിട്ട് തകർക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഒരു സന്തോഷകരമായ സുവർണ്ണ നിമിഷം തന്നെയാണ്. പലരും കേന്ദ്ര സർക്കാരിന് നേരെ വിമർശനം ഉയർത്തിയിരുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു തീവ്രവാദി ആക്രമണം പാകിസ്ഥാൻ ഇന്ത്യയിൽ നടത്തിയിട്ടും ഇന്ത്യ തിരിച്ചടി നൽകാത്തത് എന്ന്. അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കൃത്യതയോടുകൂടിയുള്ള 2 ആഴ്ച സമയമെടുത്ത് വ്യക്തതയോടുകൂടി പ്ലാൻ ചെയ്ത് തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാനിലെ തീവ്രവാദി ക്യാമ്പുകൾ ആക്രമിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇന്ത്യക്ക് ഇക്കാര്യത്തിൽ നിരവധി രാജ്യങ്ങളിൽ നിന്ന് പിന്തുണ ലഭിച്ചിരുന്നു. റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യക്ക് ഇക്കാര്യത്തിൽ പൂർണ്ണ പിന്തുണയാണ് പ്രഖ്യാപിച്ചിരുന്നത്. ഏതായാലും തെക്കൻ വിമാനത്താവളങ്ങളുടെ അവസ്ഥയെക്കുറിച്ചുള്ള വാർത്താക്കുറിപ്പ് ഇനിയും വ്യോമയാന മന്ത്രാലയം പുറത്തുവിട്ടിട്ടില്ല. ഇന്ത്യ പാക് അതിർത്തിയോട് ചേർന്നുള്ള സംസ്ഥാനങ്ങളിലെ വിമാനത്താവളങ്ങൾ തന്നെയാണ് പ്രധാനമായും ഇപ്പോൾ ഈ ഒരു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത 48 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഈ 2 ദിവസം ഈ പറഞ്ഞ 5 വിമാനത്താവളങ്ങളും അടച്ചിട്ടിരിക്കുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക. ഇവിടെ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ള യാത്രക്കാർ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള സംബന്ധിച്ച സന്ദേശങ്ങളൊക്കെ ഇനി ഇതിന് തൊട്ട് പിന്നാലെ സർക്കാർ നൽകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും ഓരോ ഭാരതീയനെയും സംബന്ധിച്ച് ഇത് വളരെ അഭിമാനകരമായ ഒരു നിമിഷം തന്നെയാണ്.